ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കൂടുതൽ പേർ ജയിലിലാകുമെന്ന് ദേവസ്വം ബോർഡ് മെമ്പർ കെ രാജു. കേസിലെ കല്ലും നെല്ലും ഉടൻ തിരിഞ്ഞുവരും. പൊതു താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി തങ്ങളുടെ ഭാഗത്തുനിന്ന് യാതൊരു വിധമായ തട്ടിപ്പും ഉണ്ടാകില്ലെന്നും കെ രാജു പറഞ്ഞു. പ്രതികരണത്തിലേക്ക്. കൂടുതൽ പേര് അകത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കല്ലും നെല്ലും ഒക്കെ തിരിഞ്ഞു വരും. വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും ജനങ്ങളുടെ വിശ്വാസം വീണ്ടെടുക്കാൻ കഴിയത്തക്ക രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയും എന്നാണ് ഞാൻ കരുതുന്നത്. നമ്മുടെ പൊതുവായ താല്പര്യമായിട്ടുള്ള നടപടികളൊന്നും ഞങ്ങളുടെ ഭാഗത്തല്ല. ഷമീർ അബ്ദുൽ നൽകും വാർത്തയുടെ വിശദാംശങ്ങൾ കൊല്ലത്തുനിന്നും. ഷമീർ, ഇനിയും കൂടുതൽ പേരുടെ പേരുകൾ പുറത്തേക്ക് വരുമെന്ന സൂചനയാണ് ദേവസ്വം ബോർഡ് അംഗം കെ രാജു നൽകുന്നത്. എന്താണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പറയുന്നത്? അദ്ദേഹം പറഞ്ഞത് പൊതുതാൽപര്യങ്ങൾക്ക് വിപരീതമായി ഞങ്ങളുടെ ഭാഗത്തുനിന്നും യാതൊരു വിധമായ തട്ടിപ്പുകളും ഉണ്ടാകില്ലെന്നും ശബരിമലയിലെ അന്വേഷണത്തിൽ പുരോഗതി ഉണ്ടെന്നും പറയുന്നു. ഒപ്പം തന്നെ കൂടുതൽ പേർ ഇനി അകത്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, ഇനിയും പോകും എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു. കല്ലും നെല്ലും ഉടനെ തിരിഞ്ഞു വരുമെന്നും വിശ്വാസമുണ്ടെന്നും കെ രാജു പറയുന്നു. എന്തായാലും ശബരിമല വിഷയത്തിൽ ആദ്യമായിട്ടാണ് ഒരു ദേവസ്വം ബോർഡ് മെമ്പർ, അദ്ദേഹം ചുമതലയേറ്റിട്ട് ഏതാണ്ട് മാസങ്ങൾ മാത്രമാകുന്നു, അദ്ദേഹം ഇത്തരൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. ശബരിമലയിൽ വിശ്വാസികൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു, ജനങ്ങളുടെ വിശ്വാസം വീണ്ടെടുക്കാൻ തങ്ങൾക്ക് കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്തായാലും ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ ജന്മവാർഷിക അനുസ്മരണ സമ്മേളനത്തിൽ കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ പേർ ആരാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. ഇനിയും ആളുകൾ അറസ്റ്റിലാക്കുമെന്ന് സൂചന നൽകിയാണ് അദ്ദേഹം പ്രസംഗം അവസാനിപ്പിച്ചത്. ശരി, ഷമീർ അബ്ദുള്ളാണ് കൊല്ലത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.